ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കായ് കുംസാണ്, അതായത് നേന്ത്രപ്പഴം കുംസ്. ഇത് നമ്മൾ സാധാരണ കുംസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. നേന്ത്രപ്പഴം ഫ്രൈ ചെയ്ത് ചേർക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്കിലും ടേസ്റ്റിൽ ഇത് നല്ല വ്യത്യാസമുണ്ട്. വളരെ ടേസ്റ്റിയാണിത് സാധാരണ കുംസിനേക്കാളും. മാത്രമല്ല ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു ബനാന കേക്കാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. എന്നിട്ടിത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ പഴം ഇവിടെ ഞാൻ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. സാധാരണ പശുവിൻ നെയ്യാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുക. പഴം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഈ പഴം നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിനെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമിയായി അല്പം ഒരു കട്ടിയായിട്ട് വരുന്നത് വരെ ഇതുപോലെ നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. സ്റ്റാൻഡ് മിക്സർ തന്നെ വേണമെന്നില്ല, ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ടും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്യാം, പക്ഷേ അതിന് കുറേ സമയം എടുക്കുമായിരിക്കും. ഞാനിനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ പോവുകയാണ്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. 3 മുട്ടയ്ക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി കട്ടിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം ഈ മുട്ട ഇരിക്കേണ്ടത്. അല്പം കട്ടിയായിട്ട് നല്ല ക്രീമി ആയിട്ട് ഇരിക്കണം. ഇനി നമുക്ക് ബൗള് ഇതിൽ നിന്നും മാറ്റി പുറത്തേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ഇതുപോലെ സ്പൂണിൽ വടിച്ചിട്ടല്ല ചേർക്കേണ്ടത്. ഒരു കൂന പോലെ എടുത്തിട്ട് 3 സ്പൂൺ ചേർക്കണം. നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ ഒരു കൈ നിറയെ മൈദ ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ മുകളിൽ വിതറി കൊടുക്കുക. നല്ല ശക്തിയിൽ ഇതിലേക്ക് ഇടരുത്. പതുക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാനേ പാടുള്ളൂ. ഇതുപോലെ 3 ടേബിൾ സ്പൂൺ മൈദ നമുക്കിതിലേക്ക് ചേർക്കാം. ഞാൻ പറഞ്ഞതുപോലെ സ്പൂണിൽ വടിച്ചിട്ടല്ല എടുക്കേണ്ടത്. നല്ല കൂന പോലെ ആക്കിയിട്ട് 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഈ മുട്ടയും മൈദയും കൂടെ വളരെ പതുക്കെ യോജിപ്പിച്ചെടുക്കുക. ഒട്ടും ബലം കൊടുക്കാതെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പതുക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇതിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ കുംസിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ഗീ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്തതുപോലെ പശുവിൻ നെയ്യ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഈ നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ പാത്രത്തിൻ്റെ മൂടിക്ക് ഒരു ചെറിയ ഹോളുണ്ട്. ഞാനിതൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം പാത്രം പുറത്തേക്കെടുത്ത് അതിൻ്റെ അടിയിലായിട്ട് ഒരു മെറ്റലിൻ്റെ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഈ സോസ് പാൻ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം ഒട്ടും കരിഞ്ഞു പിടിക്കാതെ നമുക്ക് കിട്ടും.
ഞാനിതിപ്പോൾ തീ നന്നായിട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഈ താഴെ വെച്ച മെറ്റലിൻ്റെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ആ താഴെ വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് ചൂടാകുന്നത് വരെ മാത്രം തീ കൂട്ടി കൊടുത്താൽ മതി. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കുംസ് റെഡി ആയിക്കോളും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്പം കാഷ്യൂ നട്ട്സും കിസ്മിസും വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഈ കുംസ് ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കയ്യിൽ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ് കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 മുട്ട ചേർത്തിട്ടാണ് ഇത്രയും വലിയ കുംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്പോഞ്ച് പോലെയാണ് ഇത് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ് കുംസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല സ്പോഞ്ച് പോലെയാണ് ഇത് ഇരിക്കുന്നത്. ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്